നാവു ഛേദിക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടുന്നത് നാവിന് മാത്രമായിരിക്കുകയില്ല. അതിന്റെ തീവ്രമായ വേദന സമസ്ത ശരീരവും അനുഭവിക്കുന്നതായിരിക്കും. ഇപ്രകാരം തന്നെ ഒരു മനുഷ്യന് വേദനയുണ്ടാകുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലെ മനുഷ്യരും അത് അനുഭവിച്ചറിയുന്നു പാർക്കണം. പ്രപഞ്ചത്തിൽ വേദന അനുഭവിക്കുന്നത് ഒരേ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അക്കാരണത്താൽ പ്രപഞ്ചത്തിലെ ആർക്കും സമ്പൂർണ്ണ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അതറിയുന്ന നിമിഷം മനുഷ്യന്റെ മനസ്സ് കരുണാസാഗരമാകുമ്പോൾ അതിനെയാണ് ധർമ്മമെന്ന് പറയുന്നത്. മനുഷ്യരിൽ തമോ ഗുണത്തിന്റെ സ്വാധീനമുണ്ടാകുമ്പോൾ അവർ മറ്റുള്ള മനുഷ്യരുടെ അടുത്ത് ക്രൂരനും നിർദ്ദയനും സ്വാർത്ഥനുമായി തീരുന്നതാണ്. സ്വന്തം സുഖത്തിനു വേണ്ടി അവർ മറ്റുള്ളവരെ നിർദാക്ഷിണ്യം ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. അവർക്ക് പരമാത്മാവിലേക്കുള്ള ദിശ മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല. അതായത് അധർമ്മം എന്നത് നമ്മെ പരമാത്മാവിൽ നിന്നും ദൂരേക്ക് നയിക്കുന്ന മാർഗത്തിന്റെ നാമമാണ്. അതായത് അധർമ്മം എന്നത് അജ്ഞാനത്തിന്റെ മറ്റൊരു നാമമാണല്ലേ? അങ്ങനെയെങ്കിൽ അജ്ഞാനികളോട് നാം ദയയല്ലേ പ്രകടിപ്പിക്കേണ്ടത് മാധവ? ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അജ്ഞാനികൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ജ്ഞാനമാർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷ തന്നെ അവർക്കുള്ള ദയയാകുന്നതാണ്. അതവർക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവരോടും കാണിക്കുന്ന കൃപയായിരിക്കും. സൃഷ്ടിയുടെ യാത്ര സദാ പരമാത്മാവിലേക്ക് തന്നെ ആകണമെന്നത് അനിവാര്യമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും വിപരീതമായ പരിതസ്ഥിതികൾ വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അജ്ഞാനവും മോഹവും അധർമ്മവും വർദ്ധിക്കുന്നതായിരിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് ധർമ്മം അപ്രത്യക്ഷമാകുമോ എന്ന ഭയവും ഉത്ഭവിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തിൽ നിന്നും ധർമ്മം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ കാരുണ്യവും നശിക്കുന്നതായിരിക്കും, അതോടൊപ്പം സത്യവും നശിക്കുന്നതായിരിക്കും. ഭാവി തലമുറകൾക്ക് ഇവിടെ ധർമ്മം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്ന് തന്നെ അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നത് അനിവാര്യമാണ്. ഇന്നത്തെ അവസ്ഥയും ഇപ്രകാരമുള്ളത് തന്നെയാണ് പാർത്ഥ. ഇന്ന് ധർമ്മം സ്ഥാപിക്കേണ്ട കർത്തവ്യം നിന്റേതുമാണ്. അതുകൊണ്ട് ബലഹീനതകളെ പരിത്യജിക്കൂ. എന്നിട്ട് ഈ യുദ്ധത്തിനു വേണ്ടി തയ്യാറാകൂ പാർത്ഥ.